എസെക്കിയേൽ 27 അധ്യായം. ടയറിനെക്കുറിച്ച് വിലാപഗാനം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടയറിനെക്കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടയറിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ടയർ അവികില സൗന്ദര്യത്തിടമ്പ് എന്ന് നീ അഹങ്കരിച്ചു. നിന്റെ അതിർത്തികൾ സമുദ്രത്തിന്റെ ഹൃദയഭാഗത്താണ്. നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവുറ്റതാക്കി. സെനീറിലെ സരളമരം കൊണ്ട് അവർ നിന്റെ തട്ടുപലകകൾ ഉണ്ടാക്കി. ലെബനോണിലെ ദേവദാരുകൊണ്ട് അവർ നിനക്ക് പായ്മരം നിർമ്മിച്ചു. ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി. സൈപ്രസ് തീരങ്ങളിൽ നിന്നുള്ള കാറ്റാടിമരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ട് ഒരുക്കി. നിന്റെ കപ്പൽ പായ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലങ്കൃതമായ ചണവസ്ത്രമായിരുന്നു. അതായിരുന്നു നിന്റെ അടയാളം. എലീഷ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും ധൂമ്രപടവും ആയിരുന്നു നിന്റെ ആഭരണം. സീതോനിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുവലിക്കാർ. സേമറിൽ നിന്ന് വന്ന വിദഗ്ധന്മാരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു. ഗേബാലിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് ഒരായപ്പണി ചെയ്യാൻ ഉണ്ടായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു. പേർഷ്യ, ലൂദ്, പുത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അവർ അവരുടെ പരിചയും പടത്തൊപ്പിയും നിന്നിൽ തൂക്കിയിട്ടു. അവർ നിനക്ക് മഹിമ ചാർത്തി. അർവാദിലെയും ഹേലക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളും ഗാമാദിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു. അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകളിൽ തൂക്കി. നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി. നിന്റെ എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് കണ്ട് താർശീഷുകാർ നീയുമായി വ്യാപാരത്തിന് വന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. യാവാൻ, തൂബാൽ, മേഷക് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഓട്ടുപാത്രങ്ങളെയും തന്നു. ബേത്ത് തോഗർമാക്കർ കുതിരകളെയും പടകുതിരകളെയും കോവർ കഴുതുകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. ദദാൻകാർ നീയുമായി വ്യാപാരബന്ധത്തിലേർപ്പെട്ടു. നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ദ്വീപുകൾ ഉണ്ടായിരുന്നു. ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു. നിന്റെ ചരക്കുകളുടെ ബാഹുല്യം നിമിത്തം എദോം നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ രക്തക്കല്ലുകളും ധൂമ്ര വസ്ത്രങ്ങളും ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും പവിഴവും പത്മരാഗവും പകരം തന്നു. യൂദായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു. മിനിത്തിലെ ഗോതമ്പ്, അത്തിപ്പഴം, തേൻ, എണ്ണ, സുഗന്ധലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു. നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് ദമാസ്കസ് നിന്നോട് വ്യാപാരബന്ധത്തിലേർപ്പെട്ടു. ഹെൽബോനിലെ വീഞ്ഞ്, വെളുത്ത ആട്ടിൻ രോമം, ഉസാലിൽ നിന്നുള്ള വീഞ്ഞ്, ഇരുമ്പുരുപ്പടികൾ, ഇലവർങ്ങം, കറുവാപ്പട്ട എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു. രഥത്തിൽ വിരിക്കാനുള്ള പരവതാനി ദദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു. അറേബ്യക്കാരും കേദാർ പ്രഭുക്കന്മാരുമാണ് ആടുകൾ, ആട്ടിൻകൊറ്റന്മാർ, കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത്. ഷേബായിലെയും റാമായിലെയും ആളുകൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. ഏറ്റവും നല്ല ഇനം പരിമളതൈലങ്ങൾ, വിളിപിടിച്ച രത്നങ്ങൾ, സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ തന്നു. ഹാരാൻ, കന്നെ, ഏദൻ, അഷൂർ, കിൽമാദ് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു.
അവർ വിശിഷ്ട വസ്ത്രങ്ങൾ, ചിത്രത്തുന്നലുള്ള നീലത്തുണികൾ, പിരിച്ച ചരടുകൊണ്ട് ബലപ്പെടുത്തിയ നാനാവർണ്ണത്തിലുള്ള പരവതാനികൾ എന്നിവ നിനക്ക് പകരം നൽകി. താർഷീഷിലെ കപ്പലുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു. അങ്ങനെ സമുദ്രമധ്യേ നീ നിറഞ്ഞു വളരെ ധനികയായിത്തീർന്നു. തണ്ടു വലിച്ചിരുന്നവർ പ്രക്ഷുബ്ധമായ സമുദ്രത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി. സമുദ്രമധ്യേ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്തു കളഞ്ഞു. നിന്റെ ധനവും വിഭവങ്ങളും ചരക്കുകളും നാവികരും കപ്പിത്താന്മാരും ഒരായപ്പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിന്റെ നാളിൽ നിന്നോടൊപ്പം ആഴിയുടെ അടിത്തട്ടിൽ താണു. നിന്റെ കപ്പിത്താന്മാരുടെ നിലവിളിയാൽ നാട്ടിൻപുറങ്ങൾ നടുങ്ങി. നിന്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്താന്മാരും കരയിൽ ഇറങ്ങി നിൽക്കുന്നു. അവർ നിന്നെക്കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു. അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുരുളുന്നു. നിന്നെ പ്രതി അവർ ശിരസ് മുണ്ടനം ചെയ്ത് ചാക്കുടുക്കുന്നു. ഹൃദയവേദയോടും അതീവ ദുഃഖത്തോടും കൂടെ വിലപിക്കുന്നു. നിന്നെ പ്രതിയുള്ള അവരുടെ കരച്ചിൽ ഒരു വിലാപഗാനമായി ഉയരുന്നു. ടയറിനെ പോലെ സമുദ്രമധ്യത്തിൽ വേറെ ആര് നശിച്ചിട്ടുള്ളൂ എന്ന് അവർ വിലപിക്കുന്നു. സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേക ജനതകളെ നീ തൃപ്തരാക്കി. നിന്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നരാക്കി. ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു. നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിലുണ്ടായിരുന്നവരും നിന്നോടുകൂടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി. ദ്വീപ് നിവാസികൾ നിന്നെ ഓർത്ത് ശബ്ദരായി. അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി. അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിന്നു. ജനതകൾക്കിടയിലുള്ള വ്യാപാരികൾ നിന്നെ നിന്ദിക്കുന്നു. ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു. എന്നേക്കുമായി നീ